പച്ചക്കള്ളമല്ല മന്ത്രി പറഞ്ഞത്. അപ്പോ ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. നുണയാണ് പറഞ്ഞത്. ഇത് ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റ് അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വന്ന സംരംഭകരുടെ അപേക്ഷകളാണ് പരിഗണിച്ചത്. ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വരെ ഈ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ തന്നു. വേൾഡ് ട്രേഡ് സെന്റർ വരെ ഈ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ തന്നു. TCC അടക്കം നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു. ഓരോ ആഴ്ച നമ്മുടെ വ്യവസായ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പത്രസമ്മേളനവും എല്ലാം കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെ വമ്പൻ കമ്പനികളാണ് ഈ കേരളത്തെ തേടി വരുന്നതെന്ന്. അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ പരിശോധിച്ചാൽ അപ്പോൾ ഇൻവൈറ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ അപേക്ഷ കിട്ടി, പരിശോധിച്ചു, ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്താ ഈ ഇൻവിറ്റേഷൻ എന്നുള്ളതിന്റെ അർത്ഥം? സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ? എത്ര നിർബന്ധിച്ചാലും തെറ്റും കളവും പറയാൻ പറ്റുമോ? ഞാൻ പ്രതിപക്ഷ നേതാവല്ലല്ലോ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ല. ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വരെ ഈ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ തന്നു. TCC അടക്കം നിരവധി ആളുകൾ കാത്തു. വ്യക്തമായിട്ടാണ് പറയുന്നത്. മദ്യനയം വന്നതിന് ശേഷം 2022 മാർച്ച് 31 ശേഷം ആ മദ്യനയത്തിന്റെ പോളിസിക്കനുസരിച്ച് അപേക്ഷ കിട്ടി. ആ അപേക്ഷ പരിശോധിച്ചു, അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഒരു തരത്തിലും മദ്യനയത്തിന് ശേഷം മാത്രമാണ് ഈ അപേക്ഷ കിട്ടിയത്. ഒരു തരത്തിലും ഗവൺമെന്റ് നേരിട്ട് ഇൻവിറ്റേഷൻ കൊടുത്ത് ക്ഷണിക്കുകയല്ല. നീതി ആയോഗിന്റെ ഡയറക്ഷൻ പ്രകാരം പല അപേക്ഷകൾ വന്നു. 20 മിനിറ്റും ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റ് അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വന്ന സംരംഭകരുടെ അപേക്ഷകളാണ് പരിഗണിച്ചത്. ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വരെ ഈ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ തന്നു. TCC അടക്കം നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു. ഓരോ ആഴ്ച നമ്മുടെ വ്യവസായ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പത്രസമ്മേളനവും എല്ലാം കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെ വമ്പൻ കമ്പനികളാണ് ഈ കേരളത്തെ തേടി വരുന്നതെന്ന്. അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ പരിശോധിച്ചാൽ അപ്പോൾ ഇൻവൈറ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ അപേക്ഷ കിട്ടി, പരിശോധിച്ചു, ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്താ ഈ ഇൻവിറ്റേഷൻ എന്നുള്ളതിന്റെ അർത്ഥം? സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ? ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ വരെ ഈ കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ആപ്ലിക്കേഷൻ തന്നു. നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു. ഓരോ ആഴ്ച